ഇന്നത്തെ വീഡിയോ ലോൺ കട്ട് ചെയ്ത് മരുന്നടിച്ച് ഫുൾ ഫിനിഷിങ്. കുറച്ച് റോസൊക്കെ ഉണ്ട്, എല്ലാം കട്ട് ചെയ്യുന്ന മൊത്തം വീഴുന്നില്ല. ഏകദേശം ലോണുള്ളവർക്കൊക്കെ ചെറിയ ഐഡിയ കിട്ടും, സ്വന്തം മെഷീൻ ഉള്ളവർക്ക് സുഖമാണ്. ഇത് കാട് വെട്ടുന്നവർ ഈ സാധനം വെട്ടില്ല, അതാണ് ഒന്നാമത്തെ കുഴപ്പം. കാരണം അവരുടെ ബ്ലേഡിന് മൂർച്ച കുറവായിരിക്കും എപ്പോഴും. നമുക്ക് ഏകദേശം ഇത് ഒരു മൂർച്ചയാക്കിയാൽ 3 കാടൻ ചെറുതാണെങ്കിൽ ഒരു 600, 1000 ആ റേഞ്ചൊക്കെ ഉള്ളതാണ്. വലിയ കാടന ഒറ്റ എണ്ണം കൊണ്ട് തന്നെ 2 സൈഡിലെ ബ്ലേഡ് ഏകദേശം തീരുമാനമാകും. ചെറിയ കല്ലടിച്ചാൽ തന്നെ പല്ല് പോയി പിന്നെ ഇത് മുറിയില്ല, കട്ടിയില്ല എന്നുള്ള നല്ല കട്ടിയുള്ള പുല്ലായിരിക്കും. വെയിലത്തൊക്കെ നല്ല ഡയറക്റ്റ് വെയിലടിക്കുന്ന സ്ഥലമാണെങ്കിൽ പറയുകയും കൂടെ വേണ്ട, പൊങ്ങുകയില്ല, കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇല്ലാകുമ്പോൾ പിന്നെ ഗ്രാസിനേക്കാൾ ഇച്ചിരി ഡാർക്കായിരിക്കും ഗ്രീന്. ഗ്രാസും കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല. ഗ്രാസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെഷീനുള്ളവർക്ക് നല്ല സുഖമാണ്. ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സാധനം പൊളിയാണ്, അല്ലാതെ ഗുണമില്ല എന്ന് തന്നെയാണ്. ഈ പുല്ലിനെ ഒന്നും മറികടക്കാനൊന്നും ആയിട്ടൊന്നുമില്ല. ഇതാകുമ്പോൾ അത്യാവശ്യം സെറ്റാണ്, കാണാൻ വൃത്തിയുണ്ട്. ഗ്രാസ് എന്തോ കുറേ ഏരിയ ഉള്ളിടത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഓക്കെയാണ്. ചെറിയ ഏരിയയിലൊന്നും ഗ്രാസ് അത്ര സൂട്ടായിട്ട് കാണുന്നില്ല. കാരണം ഈ ഷെയ്ഡിൽ കൊണ്ട് വെക്കാമെന്നൊക്കെ പറഞ്ഞാലും ഓവർ ഷെയ്ഡ് ആയാലും ഇത് ഗ്രാസ് പോകുന്നുണ്ട്, നശിച്ചു പോകുന്നുണ്ട്. ഭയങ്കര ഹൈറ്റ് ആയിരിക്കും ഗ്രാസിന് വരുന്നത്. അത് വെച്ച് നോക്കും ഇത് പിന്നെ ഷെയ്ഡിൽ വളരില്ല ഒരിക്കലും. കാരണം ഓലപ്പീലി പോകുന്ന ഭയങ്കര ഹൈറ്റ് ആയിരിക്കും. എല്ലാത്തിലും കണക്കാണ്, മെയിൻറ്റെയിൻ ചെയ്യാണ് ഇത് കിട്ടുന്നത് കേട്ടോ. നമുക്ക് 10-20 വർഷമായ കാടം വരും, എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റും ഇല്ല. ചെടിയൊക്കെ പണ്ടത്തെയാണെന്ന് മാത്രമേ ഉള്ളൂ. ചെടികൾ പിന്നെ നമ്മൾ വെക്കലില്ല, ഗാർഡൻ്റെ ഉള്ളിൽ പൂച്ചെടികൾ വളരെ കുറവായിരിക്കും. ചെത്തിയും കൊങ്ങിണിയും എല്ലാം ഇപ്പം ബോക്സിലാക്കി. പിന്നെ ഭയങ്കര വേരായ കാരണം ഇത് കട്ട് ചെയ്യാൻ പോകുന്നവർക്കാണ് സുഖം കേട്ടോ. എനിക്കൊന്ന് കാട് വായിക്കുന്നേക്കാളും റേറ്റും കൂടുതലാണ്. നമ്മൾ 400 രൂപ കണ്ടാണ് മേടിക്കുന്നത്, 350 ആയിരുന്നു. പിന്നെ കാട് വായിക്കുന്നവർ 350 ആക്കിയത് നമ്മൾ 400 രൂപ മണിക്കൂറിന് കേട്ടോ. അധികം മണിക്കൂർ കാണില്ല. വലിയ സൈറ്റൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു ദിവസം ഒരു സൈറ്റൊന്നും ആയിരിക്കില്ല കട്ട് ചെയ്യുക, 2 എണ്ണം മിനിമം ഉണ്ടാവും. ചെറിയ സ്ഥലങ്ങളൊക്കെയാണ് 3 എണ്ണമൊക്കെ. ഇത് മാത്രം പോരാ, അത് ചെടിയും വെട്ടണം, മരുന്നടിക്കണം, എല്ലാം കൂടെ ചെയ്യുന്ന കാരണം നമ്മൾ വരുന്ന കാരണം അങ്ങനെ ഒരു ഉപകാരമുണ്ട്. പിന്നെ പുറത്തുനിന്ന് വായിക്കുന്നവരാണെങ്കിൽ അവരുടെ അത്രയും കാണില്ല, ചെടീൻ്റെ ഓട് ഇറക്കാം, പിന്നെ വേറെ ആൾ പറഞ്ഞു പോകാം. നമുക്ക് പിന്നെ ആ ഒരു പ്രശ്നമില്ല. നമ്മൾ തന്നെ വെക്കുന്നു, നമ്മൾ തന്നെ കട്ട് ചെയ്യുന്നു, മുറിക്കുന്നു, വളമിടുന്നു, മരുന്നടിക്കുന്നു. വളം ചെയ്തിട്ടില്ല കേട്ടോ അവിടെ, വളത്തിൻ്റെ ആവശ്യമില്ല. ഏതായാലും കട്ട് ചെയ്യുന്നു. നല്ല കാലാവസ്ഥയായിരുന്നു, സാധാരണ പുതുമഴയായിരിക്കും സാധാരണ വരിക. ചായ പിടിക്കാൻ വരുന്നുണ്ടോ? അല്ല, വെള്ളം പിടിക്കാൻ വരുന്നുണ്ടോ? തിരിച്ചടിച്ച് വരുന്നു. വര മുഖം കാണിക്കുന്നില്ല, എല്ലാം ജാനുമായി പോയെങ്കിലോ. ഇതാ വിളിക്കുന്നു പിന്നെ. അതെന്തോ ഒരു മറ്റേ എന്നാ പറയുക, ഈ ഓട്ടറും എല്ലാം കൂടെ ചത്ത് കഴിയുമ്പോൾ, ചത്തിട്ട് ഈ മറ്റേ റൂമിലൊക്കെ അടച്ചിട്ട് കഴിയുമ്പോൾ തുറക്കുമ്പോൾ ഒരു സ്മെല്ലില്ലേ, എന്തോ ഒരു ഗ്യാസ് പോലെ, അങ്ങനെ എന്തോ അട്ടേൻ്റെ മണം വരുന്നത്. ആർക്കറിയാം എന്നാ കോപ്പിൽ അട്ടയാണ്. പിന്നെ കുറച്ച് റോസ് ഉണ്ടായിരുന്നു കട്ട് ചെയ്യാൻ, പിന്നെ അതും കൂടെ കട്ട് ചെയ്യാൻ പറഞ്ഞു. അതും കൂടെ ഞറക്കി വിട്ടു. ഭയങ്കര താത്തിയാണ് കുറച്ച് കേട്ടോ. താത്തി എന്ന് പറഞ്ഞാൽ ചെറിയ മുട്ട് നിർത്തും, അതായത് മുട്ടെന്ന് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ തണ്ടിൻ്റെ അവിടെ വരുന്ന പുതിയ മുകളം പൊട്ടി വരാൻ വേണ്ടിയുള്ള അങ്ങനെയുള്ള മുട്ടിൻ്റെ അവിടെ 2 എണ്ണമൊക്കെ നിർത്തി അങ്ങ് മുറിച്ച്. കാരണം ഈ വീട്ടുകാരോട് എത്ര പറഞ്ഞാലും ഇതിങ്ങൾ, അവരുടെ കുഴപ്പമല്ല, അവർ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചായിരിക്കും റോസ് താത്തി മുറിക്കില്ല. റോസ് പൂ കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് താത്തി മുറിക്കണം, അല്ലെങ്കിൽ ഇത് വലുതായിട്ട് പോകും. ഒരൊറ്റം എത്ര പറഞ്ഞു കൊടുത്താലും ചെയ്യൂല എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ പോയാൽ പിന്നെ ആന കരിമ്പും കട്ടി കയറുകയില്ല, മൊത്തം ഡീപ്പായിട്ട് കട്ട് ചെയ്തത്. പിന്നെ വരുമ്പോൾ നല്ല വൃത്തിയായിട്ട് വരും. പൂ കായ്ക്കുന്നതാണേലും അത്യാവശ്യം. വളമൊന്നും തൽക്കാലം ഇട്ടിട്ടില്ല, ഇപ്പോൾ മഴയല്ല, വളമിട്ടിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. റോസ് പൂ കായ്ക്കാൻ പോകുന്നില്ല. തൽക്കാലം മാറി വരുന്ന സമയം വളം ചെയ്യുന്നതാണ് പറ്റുക. കടലാസ് ബൊഗൻവില്ലയുണ്ട് ഇഷ്ടം പോലെ, അതിന് അവർ തന്നെ കട്ട് ചെയ്തോളൂ. കാരണം കമ്പ് കുറേ കൊണ്ട കുത്തി വെക്കുകയും ചെയ്യാം. സ്പ്രെയർ അവിടെ ഇരിക്കുന്ന മറ്റേ അട്ടയ്ക്ക് മരുന്നടിച്ചാണ്. കോമഡി സ്ഥലമായിരുന്നു. കറുത്തിട്ട് വലിയൊരു അട്ടയുണ്ട് ഇവിടെ.
അതിന് കുറച്ച് കരാട്ട കലക്കി അടിച്ചിട്ടുണ്ട്. ചാകുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതടിച്ചിട്ട് കട്ട നല്ല പവർഫുള്ളായിട്ട് അതിൽ നടന്നു പോകുന്നു. ഭയങ്കര മണമാണ്. പക്ഷേ അത് ചത്ത് കഴിയുമ്പോൾ ആ മെഷീൻ അടിക്കുമ്പോഴും കുറേ എണ്ണം അരഞ്ഞിട്ട് മേത്തോട്ടൊക്കെ തെറിക്കും. അയ്യോ, ദുർഗന്ധം. വല്ലാത്തൊരു മണമായിരിക്കും അതിൻ്റെ. കുറേ ഉണ്ടായിരുന്നു ചട്ടി. ഈടെ ഉണ്ട് കുറച്ച് അപ്പുറ സൈഡും ഉണ്ടായിരുന്നു കുറേ. ഏകദേശം ഒരു 10-20 ചട്ടീനടുത്തുണ്ടായിരുന്നു. ഇനി മരുന്നടിക്കുന്നു. കെട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാകും കേട്ടോ. കാരണം ഒരു ഭാഗം ഉണങ്ങിയ പോലെ നിൽക്കും. കാര്യമാക്കണ്ട, 20 ദിവസം കൊണ്ട് റെഡിയാവും. എന്താ ഒരു ഒച്ച. പുല്ല് വെട്ടി കഴിഞ്ഞ് നമ്മൾ ചെതലിനെ വരുന്നു. ടാറ്റാമിട 20 ml കേട്ടോ, 20 ലിറ്ററിലോട്ട്. ആ വളം വേണ്ട, അത് ഇത് മതി. പിന്നെ ഇത് സാഫ്. അതാ പോയി. ഇതിൽ മറ്റേ ആൾക്കാർ പറയുന്ന കാലക്കേടാണ്. അറുത്തോണ്ട് പോടാ. എന്താ ദൂരോട്ട് പോകുന്നു. ഏലിയാസ് ഇത്ര പെട്ടെന്ന് അവിടെ നിന്ന് കഴിഞ്ഞോ? ഇത് എത്തുമ്പോൾ ഉച്ചയാകുമായിരിക്കും അല്ലേ? ബസ്സിനാണോ പോയാവോ? കതിരൂര് എത്ര ദിവസത്തേക്ക്? അവിടെ ചതൽ കയറിയിട്ട് അത് കയറിയിട്ട് കുറച്ച് ദിവസം ആയെന്നാ പറഞ്ഞു. മിക്കവാറും മൊത്തം അരിച്ച് വറക്കിയിട്ടുണ്ടാവും. ഇവിടെ തന്നെ കണ്ടില്ലേ, മൊത്തം ചതൽ കയറി. ചതൽ കയറി ഒന്ന് പോയിട്ട് പിന്നെ വന്നതാന്ന് തോന്നുന്നല്ലേ കിളുത്ത്. കാരണം മണ്ണ ഭയങ്കരമായിട്ട്. അപ്പോൾ വണ്ടി എടുക്കാം, വണ്ടി ശരിയാക്കാൻ പോയത്. നടക്കൂലടാ ഒന്നും പെട്ടല്. സമയമില്ല. അപ്പോൾ അടുത്ത സൈറ്റിലോട്ട് നമുക്ക് പോകണ്ടേ. ഇന്ന് മൊത്തം തിരക്കാണല്ലോ അല്ലേ? അവിടെ പിടി ഇത് 2ാമത്തെ സൈറ്റ്. ഇനി അടുത്ത് നമ്മൾ 3ാമത്തെ സൈറ്റിലോട്ട് പോകും. ഇടിയൊക്കെ വെട്ടിയിട്ടുണ്ട്. ബാക്കി അവനിരുന്ന് കണ്ടിക്കുന്നു.